ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് തേങ്ങ മിഠായി കേട്ടോ. അതിന് കാരണം തന്നെ എന്താ ഇവനാണ്. ഈ ഒരു മിഠായി കഴിച്ചപ്പോൾ മുതൽ എനിക്കത് ഉണ്ടാക്കണം എന്നൊരു തോന്നൽ. അങ്ങനെ ശർക്കര നോക്കിയപ്പോൾ ഇവിടെ ഈ ശർക്കരയേ ഉള്ളൂ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ, നമ്മൾ വെച്ച പടി അങ്ങോട്ട് മുന്നോട്ടേക്ക് തന്നെ വെക്കാൻ വിചാരിച്ചു. അതിന് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരവി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ തേങ്ങ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞു പോകത്തിട്ട് 2 കിറു മതി, അത്രയും മതി. അങ്ങനെ അതേ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു പാൻ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായും കുറച്ച് അരിപ്പൊടിയും കൂടി, 1 സ്പൂൺ അരിപ്പൊടി അത്രയും മതി കേട്ടോ, ഒരുപാട് അരിപ്പൊടി ആവരുത് കേട്ടോ. ഇനി ഇത് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെക്കട്ടോ. കൈ തൊട്ടാൽ പൊള്ളാത്തൊരു ചൂടിൽ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇങ്ങോട്ട് ഒരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കട്ടോ. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പിന്നെ ഇത് കുറേ ദിവസം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നറിയില്ല, കാരണം തേങ്ങ ആയതുകൊണ്ട് കാറിയ ചോയ ഉണ്ടായിരിക്കും. ഇതെന്തായാലും ഇവിടെ അധികം ദിവസം നിൽക്കില്ലെന്ന് തോന്നുന്നു. അത്രയും ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സിമ്പിളല്ല, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.